ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളിസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു 0 ആയ വർഷം. ചേച്ചിയുടെ വീഡിയോ കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ ചേച്ചി എപ്പോഴും നമ്മളോട് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഇമോഷനായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴാണ് ചേച്ചി പോസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എൻ്റെ 2025 ഞാൻ ഒത്തിരി ഓർക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം അതിൽ എനിക്ക് ഒരു നേട്ടം മാത്രം കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഫെയിലിയർ മാത്രമാണ് കിട്ടിയത്. അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയ വർഷമാണ് ഇത്. ഒരുപാട് അസുഖം വന്ന ഒരു വർഷമാണ് 2025. പക്ഷേ അതിലൊക്കെ ഉപരി ഒരുപാട് ബോഡി ഷേമിങ്, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ എല്ലാം കേട്ട് വന്നൊരു വർഷമാണിത്. പിന്നെ അതിലേറ്റവും ലാസ്റ്റ് ഇനി തകർക്കാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ലാത്ത, അതായത് ഒരുപാട് സാമ്പത്തികം വെച്ച് ബുദ്ധിമുട്ടിയൊരു വർഷമാണ്. കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ലാത്ത വർഷമാണിത്. ഇത്രയും തകർച്ചകൾക്കിടയിൽ ഒരു ചെറിയൊരു സന്തോഷമായിട്ട് വന്നിട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ്, 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ബേബി ഉണ്ടാകാൻ പോകുന്നു എന്ന് മാത്രമുള്ളൊരു സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു സന്തോഷത്തിൽ പിടിച്ച് നിർത്തിക്കൊണ്ടാണ് ഇനിയുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് പണ്ടാരടങ്ങിയത് വർഷം കൂടിയാണിത്. എന്തായാലും 2026 ഇതൊക്കെ മാറുമെന്ന പ്രതീക്ഷയോടെ ആണ് എല്ലാവരും. അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മുടെ 2025 എങ്ങനെയായിരുന്നു എന്ന് ഓർത്തത്. മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമാണ് 2025. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.